ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതായത് അലീനയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അലീന തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കുറച്ച് രഹസ്യങ്ങളൊക്കെ അറിയുന്ന ഒരു സീനും കൂടിയാട്ടോ ആദ്യം പറയുന്നത്. അപ്പോൾ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോവാണ്. അച്ഛനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ അലീന അറിയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അലീന ഇപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓൾ ആയിട്ട് നോക്കുന്നത് അലീനയാണ്. പക്ഷെ അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് വൈജയന്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ വൈജയന്തി അലീനയെ പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ടോ അതിനൊക്കെ തടയിട്ടുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ തീരുമാനിക്കണം. ഒരു ഘട്ടത്തിൽ അലീന പോകാൻ റെഡിയാകുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രൻ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ താൻ അറിഞ്ഞു എന്നുള്ള കാര്യം അലീനയോട് പറയുന്നത്. അതിനുശേഷം അലീനയ്ക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇനി എന്ത് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും? സാറ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയേക്കാണല്ലോ. അപ്പോൾ ഇനി എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും എന്നുള്ള ഒരു ടെൻഷനിലൊക്കെയാണ്. എന്താണെങ്കിലും ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു മനുവിനോട് പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മൂന്നാമത് അറിയാൻ പോകുന്നത് മറ്റൊരാളാണ്. അപ്പം ബാലചന്ദ്രൻ തന്നെയാണ് ആ കാര്യമൊക്കെ തുറന്ന് പറയുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അലീന എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ട് നടക്കുന്ന ആ സമയത്ത് മുത്തശ്ശിയുടെ അസുഖമൊക്കെ ഏകദേശം ഭേദമായി വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ മെല്ലെ എഴുന്നേറ്റ് നടക്കാവുന്ന ഒരു പരുവത്തിലേക്കായി വരിക കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് അലീന സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സീനും കൂടി പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നതിൽ പറയുന്നത് കേട്ടോ. അലീന തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സീനാണ്. മുത്തശ്ശിയോട് ഇങ്ങനെ അലീന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഗംഗാധരൻ സാറ് വന്നിട്ട് പറഞ്ഞല്ലോ, ഇങ്ങനെ ആഗ്രയിലെ കാര്യങ്ങളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, നിൻ്റെ മക്കൾ തന്നെ വെറുക്കുമെന്നൊക്കെ. എന്താ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിയോട് അലീന. ആ സമയത്ത് മുത്തശ്ശി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് അലീന ഇത് തുറന്നടിച്ച് ചോദിക്കുന്നത് കൊണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമുണ്ട് എന്തായിരിക്കാം എന്നുള്ളത്. എന്നാലും ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. മുത്തശ്ശിക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി കേട്ടോ എന്ന് അലീന പറയുമ്പോൾ, നിന്നോട് ഞാൻ എന്തിനാ കൊച്ചി അതൊക്കെ മറച്ചു വെക്കുന്നത്? പക്ഷേ നീ മറ്റൊരാളോടും ഇക്കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ, കുട്ടികളോടോ ബാലചന്ദ്രനോടോ ഒന്നും പറയരുത് എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആഗ്രയിൽ വെച്ചിട്ട് എന്ന് പറയാട്ടോ. അത് കേട്ട് അലീന ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു തുടങ്ങുകയാണല്ലോ, എന്തൊക്കെ എവിടെയൊക്കെ പറയുന്നു എന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആഗ്രയിൽ വെച്ചിട്ട് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരനായിരുന്നു, നമ്മുടെ ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനാണ്, ഒരു ക്യാപ്റ്റനാണ് എന്നൊക്കെ പറയുമ്പോൾ അലീന ഇങ്ങനെ ഷോക്കായിട്ട് വണ്ടറടിച്ച് നിൽക്കണം. അപ്പോൾ തൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നുള്ളൊരു ചിന്ത വരികയാണ്. കാരണം വൈജയന്തി മാഡത്തിനൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു ആഗ്രയിൽ വെച്ചിട്ട് എന്നുള്ളത് അലീനയ്ക്ക് അറിയാം. അതിൽ ജനിച്ച കുഞ്ഞാണ് താനെന്നും എന്നൊക്കെയുള്ളതൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആഗ്രയിൽ പോയി ജീവിച്ച സമയത്താണ്, കുറേ നാൾ തിരുവനന്തപുരത്ത് പോയി ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ കണക്ട് ചെയ്തിട്ട് അവൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ പ്രണയിച്ച ആൾ, ആ കാമുകൻ എന്ന് പറയുന്നത് തൻ്റെ അച്ഛനാകുമല്ലോ എന്ന് അലീനയ്ക്ക് ഉറപ്പാണ്, ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നത്, എന്നിട്ട് എന്താ മുത്തശ്ശി അത് അങ്ങനെ ഒഴിവായി പോയത്, എന്താ വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതൊരു നസ്രാണി ചെറുക്കനായിരുന്നു എന്ന് പറയുന്നു, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു ആളായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന ആകെ ഷോക്കായി പോവാട്ടോ. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ആളാണ്, അപ്പോൾ തൻ്റെ അച്ഛൻ എന്ന് അലീന ഉറച്ച് വിശ്വസിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ആളോ? ആ അതെ, അതൊരു ക്രിസ്ത്യൻ ചെറുക്കനായിരുന്നു. അത് കാരണം മതം വേറെയല്ലേ, ജാതി വേറെയാണെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് മതം തന്നെ മാറിയപ്പോൾ ഇവിടെ അച്ഛനൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതായത് കുഞ്ഞിരാമേട്ടനൊന്നും ഇഷ്ടപ്പെട്ടില്ല, രാവണേട്ടനൊന്നും ഇഷ്ടപ്പെട്ടില്ല, അലീനയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്
എന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഗംഗനാണെങ്കിലും അതുപോലെ ശിവനാണെങ്കിലും രാജീവാണെങ്കിലും ഒക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അന്യജാതിയിൽ അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ ഉള്ള തീരുമാനം വൈജി എടുത്തപ്പോൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അത് കാരണമാണ് അവൾ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചത്. അപ്പോഴാണെങ്കിൽ ഗംഗാധരന് ഡൽഹിയിലേക്ക് മാറ്റവും കിട്ടി. എന്നിട്ട് ഗംഗാധരൻ പോയിട്ടും അവൾ വന്നില്ല എന്നൊക്കെ പറയണം. എന്നിട്ട് എന്താ മുത്തശ്ശി അവർ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. വിവാഹമൊന്നും കഴിച്ചില്ല, പിന്നെ ഒരുവിധം അവൾ അവിടെ നിന്ന് കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറയണം. പക്ഷേ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ അവർ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നും വൈജയന്തി വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയായിരുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവിടെ നിന്ന് വന്നിട്ട് 1 വർഷത്തോളം തിരുവനന്തപുരത്ത് താമസിച്ചില്ലേ? അത് ചോദിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ പുറകിൽ വേറെയും കുറേ സംഭവങ്ങളുണ്ട്. തൽക്കാലം ഇപ്പോഴേ ഇത്രയും നിന്നോട് പറയാൻ പറ്റത്തുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ അലീന വീണ്ടും എന്നാലും എന്തായിരിക്കും ആ കാരണം എന്നറിയാൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ മുത്തശ്ശി ചോദിക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഓപ്പണായി പറയാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുരന്തം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെങ്കിലും ഒരു ക്രിസ്ത്യൻ ചെറുക്കനായിട്ട് അവൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അനുവദിച്ചു കൊടുത്തില്ല. അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തി എന്ന് പറയണം. അപ്പോൾ അലീന അതിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. തൻ്റെ അച്ഛനൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരു ക്രിസ്ത്യൻ ആണ് എന്ന് മനസ്സിലാവുകയാണ്. അത് മാത്രമല്ല ഒരു പട്ടാളക്കാരനാണ് എന്നും കൂടി മനസ്സിലാവുകയാണ്. അലീനയ്ക്ക് ഭയങ്കര അഭിമാനം, ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അച്ഛനെക്കുറിച്ചുള്ള ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും മുത്തശ്ശിയോട് ഇങ്ങനെ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മുത്തശ്ശി പിന്നെ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലീന തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതിനുശേഷം ആണ് അലീന ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. വൈജയുടെ മകളാണ് അലീന എന്നുള്ളതൊക്കെ ബാലചന്ദ്രൻ അറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞത് അലീനയോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അലീന ഇക്കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അലീനയുടെ അച്ഛനെ അന്വേഷിക്കാനായിട്ട് ബാലചന്ദ്രൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയത്ത് അലീന ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബാലചന്ദ്രൻ അതുപോലെ റിക്കവറൊക്കെ ആയി പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ സമയത്താണ് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണമല്ലോ, ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാല നീ ഓക്കെ ആയോ? ഇപ്പോൾ നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയത് ഇത്രയും നാളും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു വല്ലാത്ത പറ്റ് തന്നെയാണ് അമ്മേ പറ്റിയത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പറ്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അത്രയും ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ നേടിയെടുത്തതാണ് എൻ്റെ ഈ കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചതി പറ്റുമെന്ന്, ഒരു വഞ്ചന കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ന് പറയട്ടോ. എന്താ മോനെ നീ പറയുന്നത്? എന്താ ബാല നിനക്ക് പറ്റിയത്? എന്താണ് നിൻ്റെ മനസ്സിൽ? നീ പറ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതെന്താ അങ്ങനെ ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ എന്താ മോനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. പക്ഷെ മുത്തശ്ശിയുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. അലീന നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനി ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാവുമോ ബാലചന്ദ്രൻ സാറ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന്. അപ്പോൾ അതുകൂടി ആയപ്പം മുത്തശ്ശിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അന്ന് ആഗ്രയിൽ കുറച്ച് നാൾ വൈജ പോയി താമസിച്ചില്ലായിരുന്നു അമ്മയെന്ന് ചോദിക്കണം. അതെ, ഗംഗാറിൻ്റെ കൂടെയായിരുന്നല്ലോ താമസിച്ചിരുന്നത് എന്ന് പറയണം. അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് അറിയാത്തതാണോ? അവിടെ മാലതി പ്രസവിച്ച് കിടക്കുമ്പോൾ കൂട്ടിന് ആളില്ലാത്തത് കൊണ്ട് പോയതല്ലേ മാലതിയെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്താ അവൾ തിരിച്ചു വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ അവൾക്കൊരു ജോലി കിട്ടി എന്ന് പറയണം. ജോലി കിട്ടിയത് മാത്രമാണോ തിരിച്ചു വരാതിരിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ പകച്ചു പോകുന്നുണ്ട്. അമ്മ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നില്ലേ എന്ന് ചോദിക്കണം.
അപ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് എന്ത് മറയ്ക്കാനാ ബാല, ഞാൻ ഒന്നും മറയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളൊക്കെ ഭയങ്കര കള്ളത്തരം മറച്ചു വെച്ചിട്ടാണ് എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നത്. എന്തിനാ അമ്മ എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചു കൂട്ടുന്നത്? ഇനിയും അമ്മയ്ക്ക് ഈ അഭിനയം നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. എന്താ ബാലചന്ദ്ര നീ പറയുന്നത്? ഞാൻ എന്ത് അഭിനയിച്ചു എന്നാ? എൻ്റെ അമ്മേ, നിങ്ങളെല്ലാവരും കൂടി മറച്ചു വെച്ച കാര്യമുണ്ടല്ലോ, 22.5 വർഷങ്ങൾക്ക് മുൻപ്, 23 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മറച്ചു വെച്ച രഹസ്യമുണ്ടല്ലോ, അത് മറ നീക്കി പുറത്ത് വന്നിരിക്കുകയാണ് എന്ന് പറയണം. അത് കേട്ടപ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്താ ബാലചന്ദ്രൻ പറഞ്ഞു വരുന്നത് എന്നറിയഞ്ഞിട്ട്, എന്നിട്ട് ഭയങ്കര സംശയത്തോട് കൂടിയിട്ട്, നീ എന്താ ഈ പറയുന്നത്? 23 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് മറച്ചു വെച്ചു, എന്ത് മറ നീക്കി പുറത്തു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്നിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും മറച്ചു വെച്ചൊരു സംഗതിയില്ലേ, ആ കാര്യം ഇന്ന് മറ നീക്കി പുറത്ത് വന്നിരിക്കുകയാണെന്ന് പറയട്ടോ. നീ എന്താ പറയുന്നത് ബാലചന്ദ്രൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. എന്നാൽ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കാം, അമ്മ അത് എന്നോട് സത്യം പറയണം എന്ന് പറയുമ്പോൾ, നീ എന്താ ചോദിക്കുക എന്ന് പറയണം. ആകെ ഒരു ഷോക്കായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മ അമ്മ ഒരു കാര്യം എന്നോട് പറയണം, ആഗ്രയിൽ വെച്ചിട്ട് വൈജിക്ക് വല്ല പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടതോട് കൂടിയിട്ട് മുത്തശ്ശിയുടെ ഉള്ള ഗ്യാസ് മൊത്തം പോകാട്ടോ. കാരണം ഇങ്ങനെ ഏകദേശം ഇത് ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഏകദേശം മനസ്സിലാവുകയാണ് ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇനി എത്രത്തോളം കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, അത് അത് എന്നൊക്കെ പറയുമ്പോൾ, അമ്മ കിടന്ന് ഉരുളണ്ട, അമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ഇനി അറിയാത്തതായിട്ട് ഒന്നുമില്ല. വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ അമ്മ നോക്കണ്ട. അമ്മ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതേ ബാല അവിടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അവൾക്ക് എന്ന് പറയണം. ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പട്ടാളത്തിലുള്ള ഒരു ആളായിരുന്നു എന്ന് പറയട്ടോ. ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് അന്യമതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഇവിടെ കുഞ്ഞിരാമേട്ടനും അതുപോലെ രാവണേട്ടനും അതുപോലെ ഗംഗനും രാജീവും ശിവനും ഒന്നും സമ്മതിച്ചില്ല അങ്ങനെ ഒരു ബന്ധത്തിൽ എന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചോല്ലേ, അതിൽ നിന്ന് വലിച്ചൂരി കൊണ്ടുവന്ന്, അത് ബാല അവിടെ നിന്ന് അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമായിരുന്നു. പക്ഷേ വേറെ ഒരു വഴിയും കണ്ടില്ല. എങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് അവളെ ഒഴിവാക്കി കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഒരു വിവാഹം ഇവിടെ വന്നിട്ടും ഒരു വിവാഹം ഒന്നും വേണ്ട എന്ന് തന്നെയാണ് അവൾ വാശി പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് നീയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ടായിരുന്നു അമ്മ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കണം. എല്ലാവരും കൂടെ എന്നെ വഞ്ചിച്ചില്ലേ എന്ന് ചോദിക്കണം. നീ എന്തൊക്കെയാണ് ബാലയി പറയുന്നത്? ആ ഒരു പ്രണയത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അത്രയേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ചോദിക്കുകയാണ്. അതല്ലാതെ വേറെ എന്താ? പിന്നെ എന്തിനായിരുന്നു അജ്ഞാതവാസം പോലെ 1 വർഷത്തോളം വൈജയന്തി തിരുവനന്തപുരത്ത് താമസിച്ചത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ പെട്ടുപോകട്ടോ മുത്തശ്ശി. ഇതിനെന്ത് മറുപടി കൊടുക്കുമെന്നൊക്കെ ഓർത്തെങ്ങനെ ഇരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കണ്ട, സത്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, അത് പിന്നെ ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇതിൽ നിന്ന് എന്ന് ചോദിക്കണം. അതല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് തപ്പിത്തടയുമ്പോൾ, അമ്മ എന്നോട് കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും. അമ്മ എന്തിനാണ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കണം. അത് കേട്ടതും മുത്തശ്ശി ആകെ നിലത്ത് വീണ് ഉടഞ്ഞു പോകുന്ന പോലെ ഒരു ഫീല് തോന്നുകയാണ്. കാരണം അത്രയും തകർന്നു പോവാണ്. പാല എന്ന് വിളിക്കുമ്പോൾ, അതേ അമ്മേ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അമ്മയോട് മുന്നിൽ സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ എന്താ കരുതിയത്? ജീവിതകാലം മുഴുവനും ഈ ബാലചന്ദ്രനെ ഒരു വിഡ്ഢിയായിക്കൊണ്ട് നടക്കാമെന്നോ? ഒരു വിഡ്ഢി വേഷം കെട്ടിക്കൊണ്ട് ജീവിതകാലം മുഴുവനും നിങ്ങളുടെയൊക്കെ വാലിൻതുമ്പിൽ കെട്ടിയിട്ട് കൊണ്ട് നടക്കാമെന്ന് നിങ്ങൾ കരുതിയോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശിയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ബാലചന്ദ്രൻ. കാരണം ഇത്രയും നേരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ബാലചന്ദ്രനെയല്ല പിന്നീട് മുത്തശ്ശി കാണുന്നത് കേട്ടോ. എന്തിനായിരുന്നു അമ്മ എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ മകളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിനു വേണ്ടി ഞാൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകളെ സ്നേഹിച്ചത് കൊണ്ട്. എന്നിട്ടും എന്നോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. ആരും അറിയാതെ അവിടെ കൊണ്ടുപോയി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുക, ആ കുഞ്ഞിനെ എടുത്ത് ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുക, എന്നിട്ടത് മരിച്ചുപോയി എന്ന് കള്ളം പറയുക, ഇതൊക്കെ ആര് വിശ്വസിക്കും? ഇതൊക്കെ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ
ഇങ്ങനെ പറയുമ്പോൾ ബാല നീ എന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞ് മരിച്ചുപോയി എന്ന് ആരാ കള്ളം പറഞ്ഞത്? പിന്നെ കള്ളമല്ലാതെ പിന്നെ അത് സത്യമാണോ? ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെയല്ലേ നിങ്ങൾ ഇത്രയും നാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാ ബാല ഈ പറയുന്നത്? ആ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ മുഖത്ത് നോക്കാൻ മടിയായിട്ട് ആ കുഞ്ഞ് ജനിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി എന്നാണ് രാവണിയേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് എന്ന്. ഏത് രാവണിയേട്ടൻ? രാവണിയമ്മാവനൊക്കെ മരിച്ചു പോയില്ലേ? പിന്നെ ആരാണ് ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചത്? നിങ്ങളുടെ ഭർത്താവല്ലേ? കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോനല്ലേ? അയാൾക്കറിയാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുച്ഛത്തോടെ സംസാരിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ ആ കുബുദ്ധി ഉണ്ടല്ലോ, അത് സമ്മതിച്ച് തന്നിരിക്കുന്നു. സ്വന്തം മകള് പിഴച്ചു പെറ്റു, എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഒരുത്തൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. എന്നിട്ട് അവളുടെ ആട്ടും തുപ്പും സഹിച്ചു ഒരു പട്ടിയെ പോലെ ഞാനിവിടെ ജീവിക്കുന്നത് അമ്മ കണ്ടതല്ലേ? എന്നിട്ടും അമ്മയ്ക്ക് എന്നോടൊരു തരിമ്പ് പോലും സ്നേഹമോ അല്ലെങ്കിലും ഒരു കരുണ പോലും തോന്നിയില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലൊക്കെ ഞാനൊരു വിഡ്ഢിയായിരുന്നില്ലേ? നിങ്ങളൊക്കെ എൻ്റെ അവസ്ഥ കണ്ട് മനസ്സിൽ ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. ബാല നീ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 3 ആൺമക്കളെ പോലെ തന്നെയാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, 3 ആൺമക്കളെ പോലെയാണ് എന്നെ കണ്ടതല്ലേ? എന്നിട്ടാണോ അമ്മ എന്നോട് ഈ ചതി ചെയ്തത്? ഒന്നുകിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് തുടക്കത്തിൽ തന്നെ എല്ലാം തുറന്ന് പറയാമായിരുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാമായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇത്രയും വർഷം ഞാനൊരു പട്ടിയെ പോലെ അവളുടെ വാലിൻതുമ്പതിൽ നടക്കുമായിരുന്നില്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചിട്ടുണ്ടോ അമ്മയുടെ മകൾ ഈ വീട്ടിൽ? എന്തിനും ഏതിനും വൈജയുടെ തീരുമാനം, അവളുടെ തീരുമാനമല്ലേ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞാനതൊക്കെ സന്തോഷപൂർവ്വം ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടിയും ഞാനതുകൊണ്ട് വിട്ടുകൊടുക്കണം. എൻ്റെ കുടുംബമാണല്ലോ, എൻ്റെ മക്കളുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കുറേയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ക്ഷമിച്ച് നടക്കുകയായിരുന്നില്ലേ? എന്നോട് ഇത്രയൊക്കെ അഹങ്കാരം, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവൾ ഇത്രയും വർഷം എന്നോട് കാണിച്ച അഹങ്കാരം എന്താണ്? ഇനി ഞാൻ അവളോട് ക്ഷമിക്കണോ? ഇല്ല അമ്മേ, ഞാൻ ഇനി ഒരിക്കലും അവളോട് ക്ഷമിക്കാനോ ഇനി അവളുടെ കൂടെ ജീവിക്കാനോ ഞാൻ തയ്യാറല്ല എന്ന് പറയണം. ബാല നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും തീരുമാനം എടുക്കരുത്. നിന്റെ മക്കളെക്കുറിച്ച് ഓർക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ മക്കളൊക്കെ വലുതായി അമ്മേ, അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അവരെക്കുറിച്ച് ഇനി എനിക്ക് യാതൊരു ഭയവുമില്ല. മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം ഞാൻ നൽകുന്നുണ്ട്. അതിനനുസരിച്ച് അവർ ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കാനും മാത്രം വലിപ്പം അവരായി. ഇനി ഞാൻ ആരെ നോക്കാനാ? എനിക്ക് ഒന്നും നോക്കാനില്ല. എനിക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയണം. എന്താണെങ്കിലും ഇനി അമ്മയ്ക്ക് മറ്റൊരു കാര്യം കൂടി അറിയണ്ടേ? നിങ്ങൾക്ക് വിശ്വസിച്ചിരിക്കുന്നത് ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അതേ ബാലേന്ദ്ര, അത് അങ്ങനെ തന്നെയാണ്. ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത് കേട്ടത് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു കേട്ടോ? നിങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്ന് പറ. ഇത്രയും വർഷം ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ വളർത്തുകയായിരുന്നു അമ്മയുടെ ഭർത്താവ്. മാസം മാസം എന്ന് പറയുന്നത് പോലെ വർഷത്തിലൊക്കെ ആയിട്ട് വേണ്ട സഹായങ്ങളും പൈസയും ഒക്കെ ആ ഓർഫനേജിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭർത്താവ് എന്ന് പറയണം. അത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കാവുന്നുണ്ട്. ബാല നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ പറയുന്നത് സത്യമാണോ? അതേ അമ്മേ, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. നിങ്ങളുടെ ഭർത്താവാണ് അവളെ വളർത്തി വലുതാക്കിയത്. ആരും അറിയാതെ ഒരു കിളിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് അവളെ ഒളിപ്പിച്ചു വച്ചേക്കായിരുന്നു. പക്ഷേ കാലം അവളെ പുറത്ത് ചാടിച്ചു, അതും എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിച്ചു എന്ന് പറയുന്നത്. ബാല നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ എങ്ങനെ കണ്ടു? നീ കണ്ടോ അവളെ? നീ ആ കുഞ്ഞിനെ നീ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും കണ്ടിട്ടുണ്ട് അവളെ. ഈ പറയുന്ന അമ്മയുടെ മകളും കണ്ടിട്ടുണ്ട് അവളെ എന്ന് പറയട്ടോ. നീ എന്തൊക്കെയാണ് ബാല പറയുന്നത്? വൈജയും കണ്ടിട്ടുണ്ടോ അവളെ? എന്നിട്ട് അവൾ അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവളെ എങ്ങനെ പറയാനാണ്? അവൾക്കറിയോ അത് അവളുടെ മകളാണെന്ന്? ആർക്കും അറിയില്ല. ഇപ്പോൾ ഈ വീട്ടിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആരാണ് വൈജയുടെ മകളെന്നും വൈജയുടെ മകളെ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ നീ എന്താ ബാല പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാണ് ആ കുട്ടി? എവിടെയാണ് അവളുള്ളത്? നീ കണ്ടിട്ടുണ്ടോ? നീ എവിടെ വെച്ചാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല അമ്മ, ഈ വീട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് ആരാണ് ആ കുട്ടിയെന്നും അവൾ എന്താണിപ്പോൾ ചെയ്യുന്നതെന്നും എന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് പറയണം. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അത്രയും നേരം അലീന അവിടെ ഉണ്ടായിരുന്നില്ല. അലീന അങ്ങോട്ടേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അലീന ഡോറിൽ മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കയറി പോര് എന്ന് പറയണം. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുമ്പോൾ ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടോ. അപ്പോൾ എന്നിട്ട് ബാല നീ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്
ബാലചന്ദ്രൻ വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ മുത്തശ്ശി അലീനയെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് കാര്യം മനസ്സിലാവണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അലീന കേൾക്കുമല്ലോ എന്നുള്ളൊരു പേടിയാണ് മുത്തശ്ശിക്ക്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, അവൾക്ക് എല്ലാം അറിയാം, അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്താ ബാല നീ പറയുന്നതെന്ന് ചോദിക്കുമ്പം അതെ അമ്മേ, അലീനയാണ് വൈജ പ്രസവിച്ച ആ മകൾ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടതും മുത്തശ്ശി ആകെ ഷോക്കായി പോവാണ്. ബാലചന്ദ്ര എന്ന് വിളിക്കുമ്പോൾ അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്, വൈജ പ്രസവിച്ച ആ മകളാണ് അലീന എന്ന് പറയണം. അലീനയും ആകെ ഷോക്കായി നിൽക്കട്ടോ. സാറിപ്പോൾ ഇങ്ങനെ പറയുന്നോളും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അലീനയും ആകെ ഷോക്കായിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്, മുത്തശ്ശിയും നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാല, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇവള് വൈജ പ്രസവിച്ച മോളാണെന്നോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ആകെ ഇമോഷണൽ ആവണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിൽ പോയിട്ടല്ലേ അമ്മയുടെ ഭർത്താവ് മിസ്റ്റർ കുഞ്ഞിരാമൻ മേനോൻ ഇവളെ ഇങ്ങോട്ടേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. വെറുതെ അല്ല, അവിടെയുള്ള ഒരു സ്ത്രീ കാണാൻ വന്നതിന് പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് വാലിന് തീ പിടിച്ചതുപോലെ ഇവിടുന്ന് ഓടിപ്പോയില്ലേ കഴക്കൂട്ടത്തേക്ക് മനുവിനെയും കൂട്ടിയിട്ട്. അത് ഇവളെ കാണാനായിരുന്നു, ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ആ പോയത്. ഇവളെ മനുവിനെ ഏൽപ്പിച്ചതൊക്കെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നതും. സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൾ വന്നതും. വൈജ ഇവളുടെ അമ്മയാണെന്ന് ഇവൾക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. 23 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യം ഇന്നിപ്പോൾ ജീവനോടെ മുത്തശ്ശിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കണം. ആരും അറിയരുത്, ആരറിയരുതെന്ന് ആഗ്രഹിച്ചു ആ വ്യക്തി തന്നെ അറിഞ്ഞ ഒരു ഷോക്കിലുമാണ് മുത്തശ്ശി. പിന്നെ ആ ഷോക്ക് മാത്രമല്ല, അലീനയാണ് ആ കുഞ്ഞ് എന്നുള്ളത് അറിഞ്ഞതും കൂടിയുള്ള ആ ഷോക്കും കൂടിയാണ് മുത്തശ്ശിക്ക്. മുത്തശ്ശി ഇങ്ങനെ ആകെ സങ്കടവും കരച്ചിലും ഒക്കെയാണ്. ഇനി കരഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ഇനി അമ്മ പറ, ഇവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കണോ? അമ്മയുടെ ആവശ്യം അതായിരുന്നല്ലോ, ഞാൻ ഇവളെ ഇവിടെ പിടിച്ചു വെച്ചേക്കാണ്. എൻ്റെ കുടുംബം അമ്മയുടെ മകളുടെ കുടുംബം തകരാൻ വേണ്ടിയിട്ട് ഇവളെ ഇവിടെ നിന്ന് പിടിച്ചു വെച്ചേക്കണമെന്നല്ലേ അമ്മയുടെ ചിന്ത. ഇനി അമ്മ പറ, ഞാൻ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അമ്മ തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഷോക്കിൽ ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. ഇനി മുത്തശ്ശിയും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അലീനയെ ഒരിക്കലും അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല കേട്ടോ. അലീനയോട് ഭയങ്കര സ്നേഹവും കൂടുതൽ, അല്ലെങ്കിലും സ്നേഹം കൂടുതൽ തന്നെയായിരുന്നു. പക്ഷേ ഇതും കൂടി അറിഞ്ഞപ്പോൾ അലീനയോട് ഭയങ്കര സ്നേഹം കൂടുകയാണ്. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് എല്ലാം സഹിച്ചു ഇവിടെ നിന്നതിൻ്റെ കാരണമൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശി. പിന്നെ അലീനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ടായിട്ട് വീണ്ടും നിൽക്കുന്നത് മുത്തശ്ശി തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി ഒന്ന് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റീസണിൻ്റെ പുറകിലാണ് ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത്. അത് പറയാൻ വിട്ടുപോയതാണ്. മുത്തശ്ശി അലീനയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം, മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറിയതിന് ശേഷം എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം എന്നുള്ളൊരു തീരുമാനം മുത്തശ്ശി എടുക്കുന്നുണ്ട്. വൈജയുടെ കുടുംബം തകരാൻ പോവുകയാണെന്ന് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.